Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൈ നനയാതെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ പഞ്ഞി പോലുള്ള ഒരു പുട്ടിന്റെ റെസിപ്പിയാണ് ട്ടോ. രാവിലെ വെറും 2-3 മിനിറ്റ് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പഴമാണ് കേട്ടോ. ഓവർ പഴുത്തിട്ടില്ല, ഏകദേശം ഒരു പഴുപ്പ് എത്തിയിട്ടുള്ള പഴമാണ്. അത് ഞാൻ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഓട്സ് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പൊടി കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു 2-3 പഴം ഇട്ട് കൊടുക്കാം. അതുപോലെ അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്കിതുപോലെ 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1-2 പഴം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുമ്പം ഒന്ന് ആ ഒരു പിടുത്തം കിട്ടുന്ന ആ ഒരു രീതിക്കാവണം നമ്മുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുട്ടുപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. അതിന് ശേഷം നമ്മളിതുപോലെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നോർമലി വലിയ പാത്രമാണെങ്കിൽ അതിലും ഇതേപോലെ പൊടിയും തേങ്ങയായിട്ട് നോർമലി ചെയ്തെടുക്കുന്ന രീതിക്കും ഇത് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ ചെയ്തെടുക്കുന്നത്. ഇനി മുകളിൽ ഞാൻ അല്പം തേങ്ങയും കൂടി വെച്ചതിന് ശേഷം നമ്മൾ ആവി കയറ്റിയെടുക്കാം കേട്ടോ. നോർമലി രീതിക്ക് തന്നെയാണ് ആവി കയറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തട്ടിയെടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഗോതമ്പ് പുട്ടാണെന്നൊന്നും പറയില്ല കേട്ടോ. അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് നമുക്ക് ലഭിക്കും കേട്ടോ. അത്രക്കും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ഗോതമ്പൊടിൻ്റെ പുട്ടിന് ടേസ്റ്റ് ഇല്ലാന്നൊന്നും ഇനി ആരും പറയില്ല കേട്ടോ. അപ്പോൾ ഓട്സ് ഇതുപോലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തിയും ആയിരിക്കും. പിന്നെ കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ല. ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.